പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മറ്റൊരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ദാനമായി നൽകി. കാലാവസ്ഥ നമുക്ക് അത്ര അനുകൂലമല്ല എങ്കിലും ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നാം വായിച്ചു കേട്ട എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം തുടങ്ങി സുവിശേഷ ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കായി സഭ നൽകിയിരിക്കുന്ന വിഷയം ദൗത്യ ആവിഷ്കാരത്തിന് ക്രിസ്തുവിൻ്റെ ക്ഷണം എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ഇൻവിറ്റേഷൻ ടു ബി ആൻ എക്സ്പ്രഷൻ ഓഫ് മിഷൻ. വേദപുസ്തകത്തിൽ നാം വളരെ ഗൗരവമായി കാണുന്ന ഒരു കാര്യമാണ് സുവിശേഷ ദൗത്യവുമായി പോകേണ്ട ആവശ്യകതയുടെ ബോധ്യപ്പെടുത്തൽ. അത് ഗൗരവമായി നാം കാണുന്നത് മത്തായി സുവിശേഷ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലാണ്. അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത് ഗ്രേറ്റ് കമ്മീഷൻ, മഹത്തായ നിയോഗം എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സർവ്വ സൃഷ്ടികളോടും നവ്യമായ സുവിശേഷം അത് പ്രചരിപ്പിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന മഹത്തായ നിയോഗം ഒരു നിർണായക നിമിഷത്തിൽ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. ആ നിർണായക നിമിഷമെന്ന് ബോധ്യപ്പെടുത്തുവാൻ കാരണം അസ്ഥിരമായ മനസ്സോടുകൂടി എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഈ മഹത്തായ നിയോഗം അവർ കേൾക്കുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അസ്ഥിരമായ മനസ്സുകൊണ്ട് കേട്ട ശിഷ്യന്മാർ ചിലർ എമ്മൗസിലേക്കും ചിലർ മറ്റിടങ്ങളിലേക്കും ചിലർ മീൻ പിടിക്കാനും ഒക്കെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ കാഴ്ച നമ്മൾ കാണുമ്പോഴും മഹത്തായ നിയോഗത്തിൻ്റെ ആ നിയോഗം മാറ്റമില്ലാതെ അതിൻ്റെ സത്ത തുടരുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 ബാധ്യതകളുണ്ട്. ഒന്ന്, യു ഹാവ് ടു റിഡീം ആൻഡ് യു ഹാവ് ടു റിസ്റ്റോർ. റിഡംഷനും റെസ്റ്റോറേഷനും, വിടുതലും പുനഃസ്ഥാപനവും നിങ്ങളുടെ നിയോഗത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുക. അതുകൊണ്ടാണ് വേദപുസ്തകവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ കോർത്തിണക്കി ധാരാളം എഴുതിയിട്ടുള്ള ഹഡ്സൺ ടൈലർ എന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഗ്രേറ്റ് കമ്മീഷൻ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ടു ബി കൺസിഡേർഡ് ബട്ട് എ കമാൻഡ് ടു ബി ഒബൈഡ്. മഹത്തായ നിയോഗമെന്ന് പറയുന്നത് ഒരുപക്ഷെ പരിഗണിക്കപ്പെടേണ്ടതല്ല, മറിച്ച് മാറ്റമില്ലാതെ അത് പാലിക്കേണ്ടതാണ്, അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഗ്രേറ്റ് കമ്മീഷൻ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ടു ബി കൺസിഡേർഡ് ബട്ട് എ കമാൻഡ് ടു ബി ഒബെയ്ഡ്. ഇതാണ് ഹഡ്സൺ ടൈലറോട് ബന്ധപ്പെട്ട ഒരു ചിന്ത. അപ്പോൾ ഈ മഹത്തായ നിയോഗം അതെന്നും നമ്മളുടെ പ്രചോദനമാകണം. അത് ക്രിസ്തു ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്ന നമുക്കെല്ലാവർക്കും എന്നും അത് പാലിക്കാൻ നിയോഗമുണ്ട്. അല്പം കൂടി പറഞ്ഞാൽ, റെസ്റ്റോറേഷൻ ഇസ് ദ കോർ ഓഫ് മിഷൻ. ദൗത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത് പുനഃസ്ഥാപനമാണ്. ലോകത്തിലേക്ക് പോകുമ്പോൾ അസ്ഥിരമാനസരും ആലംബഹീനരുമായ വ്യക്തിത്വങ്ങളുടെ ഇടയിൽ ചെറുവിരലായി ചെറുമെഴുകുതിരിയായി ഉരുകിയെഴുകുവാനുള്ള ഒരു മനോഭാവം ഹൃദയത്തിലേക്ക് സന്നിവേശിക്കപ്പെടുക എന്നുള്ളതാണ് പുനഃസ്ഥാപനത്തിൻ്റെ അടിസ്ഥാനം. ആ പുനഃസ്ഥാപന ശുശ്രൂഷ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഈയിടയ്ക്ക് എൻ്റെ ഒരു തലമുടി വെട്ട ആവശ്യത്തിനായി ഞാനൊരു ബാർബർ ഷോപ്പിൽ ചെന്നപ്പോൾ ആ ബാർബർ എന്നോട് പറഞ്ഞു, നമ്മുടെ സഭയിലൊരു അംഗത്തെക്കുറിച്ച് വളരെ ഗൗരവമായി സ്നേഹത്തോടെ പറഞ്ഞു. പുനഃസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയാണ്. എവിടെയോ കിടക്കുന്ന ഒരു ബാർബർ തൻ്റെ ബാർബർ ഷോപ്പിൽ വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരു വ്യക്തിയോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എനിക്ക് ഗുണകരമാകുന്നു എന്ന് പറയുമ്പോൾ, ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് യു ആർ ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ഗ്രേറ്റ് കമ്മീഷൻ. മഹത്തായ നിയോഗത്തിൻ്റെ ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതാണ് ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ആവശ്യം. അതാണ് റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ. ഒരു ചെറുവിരലായി, ഒരു ചെറുമെഴുകുതിരിയായി ഉരുകി ഒലിച്ചിറങ്ങാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം.
ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വായിച്ച മറ്റൊരു ഭാഗത്ത് ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വാചകം ഞാൻ വായിച്ചു. അദ്ദേഹം പറയുന്നത്, ദ ചേർച്ച് ദാറ്റ് ഡസ് നോട്ട് ഇവാഞ്ചലൈസ് വിൽ ഫോസിലൈസ്. ഒരുപക്ഷെ സുവിശേഷവൽക്കരണത്തിന് ഇത്തരം ഈ മഹത്തായ നിയോഗത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാത്ത സഭ, അതിൻ്റെ മലയാളം പറഞ്ഞാൽ അതിപ്രാചീന ജൈവ അവശിഷ്ടമാണ്. ആ മലയാളം നമ്മൾ ഇച്ചിരി കുത്തുകൊള്ളിക്കുന്നതാണ്. ഇവാഞ്ചലൈസി അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ സത്തയുമായി പോകാത്ത, നമ്മുടെ സുഖമൊക്കെ അനുഭവിച്ചിങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോകുന്ന, ഒരാൾക്കും ഗുണമില്ലാത്ത, ജീവിതത്തിൻ്റെ 55, 65, 75 വയസ്സ് ജീവിച്ചിട്ട് ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് ലോകം സാക്ഷിക്കുന്ന അവരുടെ ഇടമെന്ന് പറയപ്പെടുന്നത് അതിപ്രാചീന ജൈവ അവശിഷ്ടങ്ങൾ ഒത്തുകൂടുകയാണ്. അത് സഭയെന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് ബിയോണ്ട് അവർ ഐഡിയാസ്, ഇറ്റ് ബിയോണ്ട് അവർ തിങ്സ് ദാറ്റ് വി ഹാവ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലുള്ളതിനപ്പുറമായി നമ്മളൊരു ജൈവ അവശിഷ്ടമല്ല എന്ന് തെളിയിക്കണം, ഒരു ഫോസിലല്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ്റെ ആ സുവിശേഷ ദൗത്യത്തെ, ആ ചെറുതിരിനാളത്തിൻ്റെ തിരുനാൾ തെളിച്ചതിനെ ഒരു ബാബർ സാക്ഷീകരിച്ചത് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ പള്ളിയിലെ ആ പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി പള്ളിയിലൊക്കെ വരാറുണ്ടോ, മഹാനാശമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയത്തില്ല, ആരെപ്പറ്റിയാണ് പറഞ്ഞെന്ന് പറയത്തില്ല. അത് പലപ്പോഴും ഈ ഇവാഞ്ചലൈസേഷൻ്റെ മോഡ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വില്യം കേറി ഇന്ത്യയെ ഒരുപക്ഷെ ഈ ദൗത്യത്തിൻ്റെ വഴിയിലൂടെ അധികമായി നടത്തിയ വില്യം കേറി പറയുന്നുണ്ട്, ടു നോ ദ വിൽ ഓഫ് ഗാഡ് വി നീഡ് ആൻ ഓപ്പൺ ബൈബിൾ ആൻഡ് ആൻ ഓപ്പൺ മാപ്പ്. ഞാൻ ആവർത്തിക്കുക, ടു നോ ദ വിൽ ഓഫ് ഗാഡ് വി നീഡ് ആൻ ഓപ്പൺ ബൈബിൾ ആൻഡ് ആൻ ഓപ്പൺ മാപ്പ്. ഈ ദൈവ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് ഈ ദൗത്യവുമായി ലോകത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ പുസ്തകം തുറന്നതാകണം, നമ്മുടെ വഴിയും വളരെ തുറന്നതാകണം. അതുകൊണ്ട് ഇന്നതൊക്കെ ഞാൻ ചെയ്യൂ എന്നുള്ളതല്ല, മറിച്ച് എന്നെക്കൊണ്ട് എന്തൊക്കെയോ സാധ്യമാകും അതെല്ലാം ചെയ്യണമെന്നാണ് പറയുക. ഞാൻ വീണ്ടും ഗ്രേറ്റ് കമ്മീഷനിലേക്ക് വരികയാണ്. ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്, യു ഗോ ഇൻ ടു ദ വേൾഡ് ആൻഡ് പ്രീച്ച് ആൻഡ് ട്രൈ ടു ബാപ്റ്റൈസ് പീപ്പിൾ. എന്താ പറയുന്നത്? നമ്മൾ ഈ മുക്കി താത്തിക്കളയരുത്. നമ്മൾ മുക്കിത്താക്കുകയാണ്. നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അങ്ങ് മുക്കിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ എവിടെ കലക്കവെള്ളം കണ്ടാലും അങ്ങ് മുങ്ങുക. രഹസ്യത്തിൽ പോയി കലക്കവെള്ളത്തിൽ മുങ്ങി ഒത്തിരി പേരുണ്ട്. അവർ വിചാരിക്കുന്ന അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ സഭയിൽ വെച്ച് തന്ന കൊച്ചു സ്നാനത്തിനപ്പുറമായി വിളഞ്ഞ് വിഷം മൂത്ത് കഴിയുമ്പോൾ ഒരു സ്നാനവും കൂടി വേണമെന്നാണ്. മഹത്തായ നിയോഗത്തിൽ നിങ്ങളുടെ സ്നാനത്തേക്കാൾ നിങ്ങളുടെ ദൗത്യത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ദൗത്യത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് സ്നാനത്തേക്കാൾ. അതുകൊണ്ട് അത് ഏറ്റെടുക്കാനുള്ള മഹത്തായ നിയോഗമാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത്. എന്താണ് പറയുന്നത്? ഗ്രേറ്റ് കമ്മീഷനിൽ പറയുന്നു, യു സ്പ്രെഡ് ദ ഗോസ്പൽ. സുവിശേഷത്തെ പ്രഘോഷിക്കുക. എന്താ അർത്ഥം? ഫ്രം ബർത്ത് ടു റിട്ടേൺ ഓഫ് ദ ക്രൈസ്റ്റ്. യേശുവിൻ്റെ ജനനം മുതൽ മടങ്ങി വരവുള്ളതിനെക്കുറിച്ച് നിരന്തരം പ്രഘോഷിക്കണം. അത് ജീവിതം കൊണ്ട് സാക്ഷിക്കണം. മേക്ക് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ ഉണ്ടാക്കണം. അല്പം കൂടി പറഞ്ഞാൽ എക്യുപ്പ് ബിലീവേഴ്സ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ വളരാൻ വിശ്വാസികളെ ഉളവാക്കിയെടുക്കണം. പിന്നൊന്ന് പറയുന്നു, യു ഹാവ് സർവീസ് ആൻഡ് ദ മൈൻഡ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സേവനത്തിന് മനസ്സുണ്ടാകണം, സാമൂഹ്യനീതിയുടെ ബോധ്യമുണ്ടാകണം. ആൻഡ് ലിവ് എസ് വിറ്റ്നസ്, സാക്ഷികളായി ലോകത്തിൽ നിൽക്കണം. ഇതൊക്കെ നമുക്ക് കേൾക്കാൻ നല്ല സുഖമാണ്, പറയാൻ വളരെ സുഖമാണ്. അച്ഛന് 3 വർഷം ഇതുപോലെ കത്തിക്കയറാനൊക്കെ എളുപ്പമാണ്. പക്ഷേ എവിടെ ചെറുതിരിനാളം തെളിയിച്ചു എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമുണ്ട്, നമുക്കിത് കഴിയാത്തതിന് കാരണം സാഹചര്യങ്ങൾ പലപ്പോഴും മോശമാണെന്നുള്ളതുകൊണ്ടാണ്. ആ സാഹചര്യം മോശമാകുമ്പോൾ എന്ത് മനസ്സിൽ വരണമെന്നാണ് നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19, 23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഭയചകിതരായി ഇനി ഈ ശുശ്രൂഷയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും
അവൻ മഹത്തായ നിയോഗം തന്നിട്ടുണ്ട് എങ്കിലും ആ നിയോഗം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തോടെ അടച്ചിട്ട മുറിയിലിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ കടന്നു വന്ന് യേശുദമ്പുരാൻ പറഞ്ഞു, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. കർത്താവിൻ്റെ ജനനം മുതൽ ഒരുപക്ഷെ ക്രൂശാരോഹണം വരെ ഉള്ള സമയത്ത്, പുനരുത്ഥാനം വരെയുള്ള സമയത്ത് ആവർത്തിച്ച് നമ്മോട് പറയുന്നൊരു വാചകമാണ് പീസ് ബി വിത്ത് യു, സമാധാനം, ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. അടച്ചിട്ട മുറിയിൽ ഇനി ആർക്കും പ്രവേശനമില്ല എന്ന് നനച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പീസ് ബി വിത്ത് യു. ശിഷ്യന്മാർ ചിന്തിച്ച് കാണും, എന്നാ അർത്ഥരഹിതമായ സംസാരമാണ്. ചുറ്റും യഹൂദ പടയാളികൾ, പരിഹസിക്കുന്നവർ, യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്നവരെ അപമാനിക്കുവാൻ സജ്ജമായിരിക്കുന്ന വലിയ സംഘത്തിൻ്റെ മധ്യേ ഭയന്നിരിക്കുന്ന എൻ്റെ മധ്യേ വന്ന് പറയുക, പീസ് ബി വിത്ത് യു, സമാധാനം. തൊട്ടപ്പുറത്തെ വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുന്ന വിചാരം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്നിട്ട് കാണിച്ചതാണ് കൈയുടെ വിലാപ്പുറം. അവിടെ തോമസിനെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വളരെ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. when you go beyond your comfort zone, when you take the message of peace, ഈ മുറിപ്പാടുകൾ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സമാധാനത്തിൻ്റെ നുകരലും പകരലും. യേശുവേ പറഞ്ഞു, സമാധാനം തരുന്നു. സമാധാനം ഇപ്പോൾ നിങ്ങൾക്ക് ഈ അകത്തിരിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടല്ലോ, ആ അസ്വസ്ഥതയ്ക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ഇതുപോലെ എത്ര മുറിപ്പാടുകൾ നിങ്ങൾക്കുണ്ട്. ആ മുറിപ്പാടുകളുടെ എണ്ണം അനുസരിച്ചാണ് ദൗത്യത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ വായിച്ചു കേട്ട ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ പ്രസക്തമാകുന്നത്, ക്രിസ്തുവിൻ്റെ ക്ഷണം ഇതിന് ദൗത്യത്തിനായി പോകുവാൻ. അപ്പോൾ ജീവിതത്തിൽ ഒരു അപ്പനെന്ന നിലയിൽ, ഒരമ്മയെന്ന നിലയിൽ, ഒരു മകനെന്ന നിലയിൽ, ഒരു സഹോദരൻ നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ എത്ര മുറിപ്പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ സമാധാനത്തിന് ആക്കം കൂട്ടേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതല്ല. 20 അധ്യായം 19 വായിക്കുമ്പോൾ ഈ സീക്വൻസിൽ പോകുക, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇതാണ് സമാധാനം, മുറിപ്പാടുകളാണ് സമാധാനം. ആ സമാധാനത്തെ ആവേശിച്ച ആളാണ് ഡ്യൂട്രിച്ച് ബോണോഫർ. നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് വിഖ്യാതമായ വാചകമുണ്ട്, when Christ calls a man, he bids, come and die. ഞാൻ ആവർത്തിക്കുക, when Christ calls a man, he bids, come and die. ഒരുവനെ ക്രിസ്തു വിളിക്കുമ്പോൾ ആ വിളിയുടെ അർത്ഥം നീ ഈ മുറിപ്പാടുള്ളവനെ മരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറമായി ഒരു കാര്യവും പറയാനായിട്ടില്ല. അടുത്ത കാര്യവും പറയുന്നു, എന്താണെന്നറിയാമോ? സീക്വൻസായിട്ട് പറയുക. അത് കഴിഞ്ഞ് പറഞ്ഞു, ജീവശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ ജീവശ്വാസം ഊതുകയാണ്. പറഞ്ഞു, നിങ്ങളുടെ ശരീരം നിർജീവമാണ്. ഒരുപക്ഷെ എന്നിൽ എന്നിൽ അവശേഷിക്കുന്ന, എന്നിൽ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവ ആവി നിങ്ങളിലേക്ക് വരണം എന്ന് പറയുമ്പോൾ അവിടെ കിടന്ന് ആരും തുള്ളിയില്ല. നമ്മളങ്ങനെയാണല്ലോ, പരിശുദ്ധാത്മ വന്ന പിടിച്ചാ കിട്ടത്തില്ലെന്നാണ് അതിൽ പറയുന്നത്. നമ്മൾ കാണുന്ന പെട്ടപ്പ കിടന്നങ്ങ് പിടിച്ചിട്ട മീനെ പോലെ പെട്ടപ്പ. ഇങ്ങനെ വലിയ ശക്തിയിൽ അവസ്ഥത്തിൽ അങ്ങോട്ട് പരിശുദ്ധാത്മാവിനെ ഊതിയപ്പോഴും ആരും വീണില്ല. നമുക്കെല്ലാം വീഴണമെന്നല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൈക്കുമായിട്ട് അങ്ങോട്ട് ഓടി നടന്ന് ഒരു ഊതിയാൽ എത്ര തടിയുള്ള ആളും എൻ്റെ മുമ്പിൽ നിന്ന് പെടച്ച് വീണാൽ അത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ ഭയങ്കര കൃപയാ, അങ്ങ് നീട്ടിയ കൃപയാ, ഭയങ്കര കൃപയാ അല്ലേ? ഇവിടെ ദൗത്യനിയോഗവുമായി ഊതുമ്പോൾ കർത്താവിൻ്റെ ജീവാശ്വാസത്തെ ശിഷ്യന്മാരിലേക്ക് പകരുമ്പോൾ they were very quiet. പക്ഷെ മനസ്സിനകത്തൊരു തീജ്വാലയുണ്ടായി. എന്താ തീജ്വാല? പരിശുദ്ധാത്മാവിൻ്റെ ശാന്തമായ സ്വാധീനം വളരെ കൃത്യമായി അവരിലേക്ക് വരികയാണ്. അതുകൊണ്ട് സീക്വൻസായിട്ട് പറഞ്ഞു, സമാധാനം വേണമെങ്കിൽ മുറിപ്പാടുകളുടെ എണ്ണം കൂട്ടണം. ആ മുറിപ്പാടുകൾ സമാധാനമായി കൂട്ടിയോജിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഹൃദയത്തിൽ ആവസിക്കണം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ഒരു പക്ഷേ അത് സ്വീകരിക്കുവാൻ നമുക്കത് അനിവാര്യതയാണ് എന്ന് പറയുക. അതുകൊണ്ട് ആ സമാധാനത്തെ നുകരുവാൻ, പകരുവാൻ കഴിയണം. ആ പുനഃസ്ഥാപനത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കാൻ കഴിയണം. ആ നിയോഗമായി ലോകത്തിലേക്ക് പോകണം. രക്ഷയുടെ സന്ദേശം പകരണം. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ശക്തമായി സാക്ഷികളായി, ശക്തമായി സംസാരിച്ച്, സ്നേഹത്തിൽ ബലിയർപ്പിച്ച്, അങ്ങനെ വിശുദ്ധ ജീവിതത്തിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുവാനുള്ള ഒരാർജവം നമുക്കുണ്ടാകണമെന്നാണ് ഈ വിഷയം നമ്മോട് സംവേദിക്കുന്നത്. ഞാൻ എൻ്റെ ചിന്തകളെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഒരു ബൈബിൾ ഭാഗം എടുത്തങ്ങ് പറയുന്ന കുഴപ്പമില്ല.
പക്ഷെ നമ്മുടെ നിയോഗം എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ വേദഭാഗങ്ങൾ എന്ത് നമ്മളോട് കണക്ട് ചെയ്ത് പറയുന്നു എന്നുള്ളതാണ്. യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിൻ്റെ ആശയം ഇതാണ്: അഷ്വറൻസ് ഓഫ് ഹോപ്പ് ആൻഡ് റെസ്റ്റോറേഷൻ. മഹത്തായ നിയോഗത്തിൻ്റെ വലിയ ശക്തിയുമായി ലോകത്തിലേക്ക് പോകുമ്പോൾ മുറിപ്പാടുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സമാധാനത്തിൻ്റെ എണ്ണം കുറയും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെ അതിനെ അതിജീവിക്കും. യെഹെസ്കേൽ പ്രവാചന പുസ്തകത്തിൽ പറയുന്നു, നമുക്കൊരു സമാധാനത്തിൻ്റെ ഉടമ്പടി ഉണ്ടെന്നാണ് പറയുക. 4-5 കാര്യങ്ങൾ അവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു, നമ്മളുമായി വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ആ വാക്കുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു എന്നാണ് എൻ്റെ വിചാരം. നാം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു, നിങ്ങളുടെ ബൈബിൾ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ വായിച്ച് കേട്ടു എന്നെൻ്റെ വിചാരം. അതിൽ ആദ്യത്തെ ചിന്ത പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതാനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ വീണ്ടും കൂട്ടി യോജിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മഹത്തായ നിയോഗമായി ലോകത്തിലേക്ക് പോകുമ്പോൾ മുറിപ്പാടുകളും അസമാധാനവും സ്വാഭാവികമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ജീവിക്കുന്നവർക്ക് ദെയർ ഈസ് എ കവനന്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ഉടമ്പടിയുണ്ട്. ഈ സമാധാന ഉടമ്പടി എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. അതാ പ്രത്യേകത. 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല ഈ സമാധാന ഉടമ്പടി ദൈവം തരുന്നത്. എന്താണെന്നറിയാമോ? എന്നാൽ ഇറ്റ്സ് എ ഡിവൈൻ പ്രോമിസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ക്യാരക്ടർ. യേശുവിൻ്റെ അതിവിശ്വസ്തമായ ആ ശക്തിയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന വളരെ ഗൗരവമായൊരു നിക്ഷേപം നമ്മിൽ വരുന്നതാണ് സമാധാനത്തെ ഉടമ്പടി എന്ന് പറയപ്പെടുന്നത്. ആ സമാധാനത്തെ ഉടമ്പടി സ്വീകരിച്ചവരാ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെ സമാധാന ഉടമ്പടി സ്വീകരിച്ച ആർക്കും ഈ ആലയം വിട്ട് ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. When they sit quietly, God will talk to them. And if they have a spiritual vacuum, God will fill that vacuum with rich, strong, powerful reality of spirituality. അതാണ് പ്രത്യേകത. അതുകൊണ്ട് ആ കവനന്റ് ഓഫ് പീസിൻ്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ആ പീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ജീവിതത്തിൽ അസ്വാരസ്യമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥാവിശേഷം മാത്രമല്ല. ദൈവം തരുന്ന ഉടമ്പടിയുടെ സമാധാന ഉടമ്പടി എന്ന് പറയപ്പെടുന്നത് ഹി ഗിവ്സ് ദ പ്രസൻസ് ഓഫ് കമ്പാഷൻ ആൻഡ് കെയർ. ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു നിക്ഷേപം കൂടി തരുന്നുണ്ട്. അപ്പോൾ ഉടമ്പടി എന്ന് ദൈവവുമായിട്ടുള്ള സമാധാന ഉടമ്പടി എന്ന് പറയപ്പെടുന്നത് അതൊരിക്കലും പ്രശ്നമില്ലാത്ത പ്രശ്നരഹിതമായ ജീവിതമല്ല, മറിച്ച് ഒരു ഉറപ്പും കൂടിയുണ്ട്, സമാധാനവും കരുണയും ഒക്കെ നമുക്ക് നൽകുന്നത്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, വ്യക്തമായി പറയേണ്ട. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങൾ ദൈവം നമ്മളെ സന്ദർശിച്ചതിനെപ്പറ്റി പറയാനുണ്ട്. ഓരോ ദിവസവും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ദൈവം അനുഗ്രഹിച്ച വഴികളൊക്കെ കേൾക്കുമ്പോൾ, അതൊക്കെ വിറ്റ് കാശാക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കാശാക്കാവുന്നതുണ്ട് നമ്മുടെ കയ്യിൽ. ഇതെല്ലാം ആ ഉടമ്പടിയുടെ, സമാധാനത്തിൻ്റെ ഉടമ്പടിയുടെ ഔട്ട് പ്രോഡക്റ്റാണ്. അത് വ്യക്തിജീവിതത്തെ അനുഭവിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുശതം പ്രിയപ്പെട്ടവർ. ആ അനുഭവമാണ് പലപ്പോഴും നമ്മെ ശക്തീകരിക്കേണ്ടത്. രണ്ടാമത് ഈ ഭാഗത്ത് പറയുന്ന ഹി ഓഫേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ. ഈ അസമാധാനത്തിൻ്റെ അവസ്ഥയിൽ സമാധാന ശുശ്രൂഷയായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന സംരക്ഷണവും ചില വ്യവസ്ഥകളും നൽകുന്നുണ്ട്. എന്താ പ്രത്യേകത? അവിടെ പറയുന്നു ക്രൂര മൃഗങ്ങളിൽ നിന്നും വിടുതലും ജനത്തിന് സുരക്ഷിതത്വവും നൽകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. കാരണം നമ്മളൊക്കെ സുരക്ഷിതമായി ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ മലയോര ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങളൊക്കെ ഒത്തിരി പ്രതിസന്ധികളിലാണ്. എന്താ പ്രതിസന്ധിയുടെ കാരണം? കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നാട്ടിലുള്ള മൃഗങ്ങളെക്കാൾ ഭേദമാണ് കാട്ടിലുള്ളത് എങ്കിലും വിവേചന ബുദ്ധിയിൽ അല്പം വ്യത്യാസമുള്ളത് കൊണ്ട് നാട്ടിലേക്ക് കാട്ടുപന്നിയും കാട്ടുമൃഗങ്ങളും ഇറങ്ങിയാൽ അതൊരു പക്ഷേ പ്രതിസന്ധിയായി മാറിയേക്കാം. നമ്മുടെ മലയോര ഗ്രാമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ദുഃഖങ്ങളിലൊക്കെയാണ്. ക്രൂര മൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ട്. ഒരു വലിയ ഉറപ്പ് അവിടെ നൽകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് 34-ാം അധ്യായത്തിൻ്റെ 25 വാക്യങ്ങൾ, ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് നിന്ന് നീക്കിക്കളയും, അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും.
ഒരു ഉറപ്പ് ദൈവം നമുക്ക് നൽകുന്നത് മലയോര ഗ്രാമത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചത് എന്താണ്? നമ്മുടെ ഈ സാങ്കേതികത്വത്തിൻ്റെ ബലത്തിൽ ഇതിനെ ചിന്തിക്കുന്നവർ പറയുന്നുണ്ട്, ഈ കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുവാൻ കാരണം അവരുടെ സ്വൈര ജീവിതം കാട്ടിൽ നശിച്ചതുകൊണ്ടാണ്. സ്വച്ഛന്തമായി ലഭിച്ചുകൊണ്ടിരുന്ന ജലസ്രോതസ് നഷ്ടപ്പെടുന്നു, ഭക്ഷണമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചാണ് ഈ മൃഗങ്ങൾ പടയപ്പ എന്ന രൂപത്തിലും അരിയപ്പ എന്ന രൂപത്തിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കക്ഷികളാണ്. അറിയാൻ വയ്യാത്ത എത്രയോ പുള്ളികളുണ്ടെന്നറിയാമോ, പല രീതിയിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ സ്വച്ഛന്തമായ ഒരു നിർഭയത്തിന് അതിനവസരമുണ്ടാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ മലയോര ഗ്രാമത്തിൽ ജാപിക്കുന്ന ജനത്തിനെ സംബന്ധിച്ച് അവരുടെ സന്തോഷം അത് പൂർണ്ണമാകുന്നത് അവരെ നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങൾ വസിക്കുന്ന ഇടത്ത് അവർക്ക് സ്വച്ഛന്തമായി വസിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കുന്നു എന്നാണ് പറയുക. അതിനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് നിന്ന് നീക്കിക്കളയും, അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. അതാണ് വലിയ ഒരു കാര്യമായി. അതുകൊണ്ട് ഈ ദൈവശക്തി എന്ന് പറയപ്പെടുന്നത് ഇത് പ്രൊട്ടക്ഷനാണ്, ഒരു പ്രൊവിഷനാണ്. ക്രൂരമൃഗങ്ങളിൽ നിന്നും വിടുതലും ജനത്തിന് സുരക്ഷിതത്വം നൽകുമെന്ന് പറയപ്പെടുക. നമ്മളാരും വിഷമിക്കേണ്ട. നമ്മൾ കവിയൂർ ഭാഗത്ത് വരെയൊക്കെ വന്നിട്ടുണ്ട്. അധികം താമസിയാതെ തോലശ്ശേരിയിലുമൊക്കെ എത്തും, പറമ്പിൽ കുത്താനും മറിക്കാനുമൊക്കെ. രാത്രി ഉറങ്ങുമ്പോൾ നമ്മളെ എടുത്ത് പറമ്പിക്കൊണ്ടിട്ടാലും ആരും അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് പലരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതൊന്ന് ഓർമ്മയുള്ളത് നല്ലതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടൊക്കെ മുന്നോട്ട് പോകാം. അപ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയെന്ന് പറയപ്പെടുന്നത്, ആ ഒരു പ്രൊവിഷൻ എന്ന് പറയപ്പെടുന്നത് വെറുതെ ഒരു വാഗ്ദാനം മാത്രമല്ല. ഇങ്ങനെ പറയാം, ഒരു സുസ്ഥിരമായ സഹായം ചെയ്യുന്നു, സുസ്ഥിരമായ സംരക്ഷണമുണ്ട്, സുസ്ഥിരമായ ഒരു ഉറപ്പുമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു, ഇൻ ഹിസ് ഹാൻഡ്സ് വി ലാക്ക് നത്തിങ് ആൻഡ് ഫിയർ നത്തിങ്. ഇൻ ഹിസ് ഹാൻഡ്സ് വി ലാക്ക് നത്തിങ് ആൻഡ് ഫിയർ നത്തിങ്. അവൻ്റെ സന്നിധാനെ നമുക്കതൊന്നുമില്ല എന്ന് പറയാം. മൂന്നാമത് എസെക്കിയേൽ പറയുന്നത് ബ്ലെസ്സിങ്സ് ഓവർഫ്ലോയിങ്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തെക്കുറിച്ചല്ല. അറിയാമല്ലോ, അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകുന്ന ഇടങ്ങളൊക്കെയുണ്ട്. അവിടേക്ക് ആൾക്കാർ ഒഴുകി ഇപ്പോൾ തിരിച്ചൊഴുകിക്കൊണ്ടിരിക്കുക, ഒഴുക്കെല്ലാം തിരിച്ച് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ താഴെ പറയുന്നുണ്ട്, ഋതുക്കളിൽ മഴയും ഫലസമൃദ്ധിയും ഉണ്ടാകും. ഋതുക്കളിൽ മഴയും ഫലസമൃദ്ധിയും. ഇപ്പോൾ നമ്മുടെ അസ്വസ്ഥമായ ജീവിതം, ഞാനൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ടും എനിക്ക് എൻ്റെ സ്വെറ്റിങ് നിൽക്കുന്നത് അത്രയ്ക്ക് അസ്വസ്ഥതയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് ഞങ്ങൾ 2 പ്രാവശ്യം യാത്ര ചെയ്തു. യാത്ര ചെയ്തപ്പോൾ കാർഷികമായി അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പ്രയാസപ്പെടുകയാണ്. അവരുടെ എല്ലാ കാർഷികവിഭവങ്ങളും കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കിഴക്കോട്ട് പോകുന്ന സമയത്ത് ദൂരെ കാണാം ചിലയിടങ്ങളിലൊക്കെ വലിയ പച്ച എന്താ പറയുക ഷെയ്ഡ് കെട്ടിയേക്കുക. ആ ഷെയ്ഡ് കെട്ടിയേക്കുന്നതിനാ വലിയ വെയിൽ വരുമ്പോൾ അവരുടെ കാപ്പിയോ അവരുടെ ഏലമോ ഒക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്, ഇല്ലേ? അതെല്ലാവർക്കും ഒന്നും പറ്റില്ല. എല്ലാവർക്കും ജലം അടിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ആ വേനലിനെ തടുക്കാൻ കഴിയാത്തത് കൊണ്ട് ചിലർ ഒരു മറയൊക്കെ ഇട്ട് അതിനെ തണുപ്പിക്കാൻ ശ്രമിക്കുക. എങ്കിലും ഋതുക്കളിൽ മഴയും ഫലസമൃദ്ധിയും നൽകുന്ന ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു കരുണ നമുക്കുണ്ടാകും എന്നാണ് പറയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയപ്പെടുന്നത് അത് കവിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെയാണ്. ഞാനിങ്ങനെ പറയട്ടെ, when we live with full of gratitude, ഒത്തിരി നന്ദിയോടെ ജീവിക്കുമ്പോൾ, when we realize that we are blessed in many ways, പല രീതിയിൽ നാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, blessings will overflow like a river, അനുഗ്രഹം ഒരു നദി പോലെ ഒഴുകുമെന്നാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ജീവിത കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുക. 4-മതോടെ പറയുന്നത് ഫ്രീഡം ആൻഡ് ലിബറേഷനാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഫ്രീഡം ആൻഡ് ലിബറേഷൻ. ഫ്രീഡത്തെ പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ദ ഓക്സിജൻ ഓഫ് ദ സോൾ. സമാധാനം എന്ന് അല്ലെങ്കിൽ വിടുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്നത് ഇറ്റ് ഈസ് ദ ഓക്സിജൻ ഓഫ് ദ സോൾ. ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ഓക്സിജനാണെന്നാണ് പറയുക. അതും ദൈവം തരുമെന്നൊരു വാഗ്ദാനം. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഹി ഓഫേഴ്സ് ഹിസ് അബൈഡിങ് പ്രസൻസ്.
അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഐ ആം യുവർ ഗോഡ് ആൻഡ് യു ആർ മൈ പീപ്പിൾ. ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവുമാകുമെന്ന് പറയപ്പെടുന്ന ഒരു പേഴ്സണലൈസേഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾ അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്. അല്പം കൂടി പറഞ്ഞാൽ, ജീവിത പ്രതിസന്ധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഈ ശബ്ദം എപ്പോഴും മൃദുവായി കേൾക്കാൻ കഴിയും. ഒരു കുഞ്ഞ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അവന് ബോധ്യമല്ലാതെ വരുമ്പോൾ, ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, മറ്റ് ചിന്തകളൊക്കെ ഒന്ന് വിട്ടിട്ട് ഇപ്പം ചിന്തകൾ കൂടുതലാണ്, ചിന്തകളൊക്കെ ഒന്ന് വിട്ടിട്ട് ഒരു അല്പനിമിഷം ശാന്തമായി ദൈവത്തോട് സംവേദിച്ച് കഴിയുമ്പോൾ, സംതിങ് വിൽ ബി ഇൻ യുവർ മൈൻഡ്. ഗോഡ് വിൽ ഇംപ്രിൻറ്റ് സംതിങ് ഇൻ യുവർ മൈൻഡ്. ഹൃദയത്തിൽ ചില ദൈവം ഇറക്കി വെക്കും. ആ ശാന്തതയാണ് എല്ലാ ജീവിത പ്രതിസന്ധികളും. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കലുഷിതമാകുകയാണ്, നമ്മുടെ കുടുംബജീവിതമൊക്കെ പ്രതിസന്ധി നേരിടുകയാണ്. ആരോഗ്യം തകർന്നതുകൊണ്ട് വലിയ പ്രതിസന്ധി വരുമ്പോഴും ശാന്തമായി പ്രാർത്ഥന ലഭിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ ഉറപ്പുണ്ട്. അത് എസെക്കിയേൽ എഴുതുന്നുണ്ട്. അതറിയാമോ? ഐ ആം യുവർ ഗോഡ് ആൻഡ് യു ആർ മൈ പീപ്പിൾ. ഏത് ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോഴും, ഏത് പ്രതിസന്ധി നേരിടുമ്പോഴും ഒരു വലിയ ഉറപ്പുണ്ട്, നീ എൻ്റെ ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതുമാകണമെന്നുള്ള ചിന്ത. അങ്ങനെ അവളുടെ ജെൻറ്റിലായിട്ടുള്ള വിസ്പർ, വളരെ മൃദുവായിട്ടുള്ള ആ മൃദുസ്വരം കേൾക്കാൻ നമുക്ക് സാധ്യമാകണം. അതെല്ലാ മനുഷ്യർക്കും അത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരം. നമ്മുടെ പാഠ്യപുസ്തകത്തിൽ 259 ഒരു പാട്ടുണ്ട്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്ന ഉചിതമാണ്. അതിനെ പൊതുവെ സാങ്കീഹിം എന്നാണ് പറയുക. നഥാനിയേൽ നൈൽസ് എന്ന മനുഷ്യനാണ് ആ പാട്ട് എഴുതിയത്. ന്യൂയോർക്കിലെ സൗത്ത് കിങ്സ്റ്റണിൽ ജനിച്ച ഒരു ന്യായാധിപനായിരുന്നു. വക്കീലായി ജീവിച്ച് ഒരു ന്യായാധിപനായ, ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു വക്കീൽ പണി ആരംഭിച്ച ന്യായാധിപനായ മനുഷ്യനാണ് ഈ നഥാനിയേൽ നൈൽസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഏറെയുണ്ട്. ഒരു വക്കീലിൻ്റെ ജീവിതത്തിലും ഒരു ജഡ്ജിയുടെ ജീവിതത്തിലും ഒത്തിരി പ്രതിസന്ധി. നമ്മൾ വിചാരിക്കും പലപ്പോഴും ഇതൊക്കെ വളരെ ഈസിയായ ജീവിതമാണ്. അല്ല, ഒരു നീതിമാനായ നീതിഷ്ഠൻ്റെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറെയാണ്. അങ്ങനെ അവൻ നിരന്തരമായി അവൻ്റെ മെട്രോയിൽ അവൻ യാത്ര ചെയ്യുന്ന സമയത്ത്, അന്ന് മെട്രോ ആണെന്ന് എനിക്കറിയത്തില്ല, റെയിൽവേ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു വലിയ മൃദുസ്വരം കേട്ടു. ആ മൃദുസ്വരം എന്ന് പറയപ്പെടുന്നത്, തനിക്ക് തൻ്റെ നീതി കൃത്യമായി ദൗത്യത്തെ കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എക്സ്റ്റേണൽ ഫോഴ്സസ് വളരെ ശക്തമാണ്. ആ അവസ്ഥയിൽ തൻ്റെ നീതിപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമോ, യേശു തന്ന ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമോ, അതോ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിന് ഞാൻ വഴങ്ങണമോ എന്നൊരു ചോദ്യം ഈ വക്കീൽ പണിയിൽ ആരംഭിച്ച് ഒരു നീതിഷ്ഠനായ ലോയറിലേക്ക് പോയ നഥാനിയേൽ നൈൽസ് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ റെയിൽവേ കാറിൽ വെച്ച് കിട്ടിയ വരികളെ തൻ്റെ പത്രത്തിൻ്റെ സൈഡിൽ കുറിച്ചിട്ടു. ആ പത്രത്തിൻ്റെ സൈഡിൽ കുറിച്ചിട്ടതാണ് ഒരുപക്ഷെ പ്രഷ്യസ് പ്രോമിസ് ഗോഡ് ഹാസ് ഗിവൺ എന്ന തലക്കെട്ടിൽ സാങ്കിയിൽ നമ്മൾ പാടുകയും നമ്മുടെ പുസ്തകത്തിൽ 259 കീർത്തനമായി ചേർത്തിരിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ദൗത്യവുമായുള്ള ദൗത്യബന്ധത്തിൽ തനിക്ക് നീതിപരമായി ചിന്തിക്കണമോ, ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്താൽ തകർക്കപ്പെടണമോ എന്ന് ചോദ്യമുണ്ടായപ്പോൾ തന്നിലേക്ക് മുറിപ്പാടുകൾ, സമാധാനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൃത്യമായി ആവാഹിച്ച് മഹത്തായ നിയോഗത്തിൻ്റെ ധന്യത ഹൃദയത്തിലേക്ക് ഏറിയ നഥാനിയേൽ നൈൽസ് പാടിയ പാട്ട് നമുക്ക് ചേർത്ത് പാടാം. ഞാൻ കണ്ണാൽ
ഒരു ന്യായാധിപൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒരുപക്ഷെ അതായിരിക്കില്ല നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധി. അത് ആരോഗ്യത്തിൻ്റെ രീതിയിലാകാം, അപമാനത്തിൻ്റെ രീതിയിലാകാം, മറ്റ് പ്രതിസന്ധികളുടെ വഴികളിലൂടെയാകാം. നഥാനിയേൽ നൈൽസ് കുറിച്ചതുപോലെ നമ്മൾ ജീവിതമാകുന്ന പേപ്പറിൻ്റെ സൈഡിലെങ്കിലും കുറിച്ചിടേണ്ട ചില വരികൾ വീണ്ടും നമ്മോട് പറയുക. പരീക്ഷകളാൽ ജിതനായി, പരീക്ഷകളാൽ ജിതനായി ധൈര്യമാറ്റോനായി തീർന്നാൽ നിന്നിൽ മുൻകാല ജീവിതത്തിൽ പ്രത്യാശയറ്റ ധാരാളം നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. തൻ്റെ നീതിന്യായ ചിന്തകളിലൊക്കെ പലപ്പോഴും വിമർശിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. അതിൻ്റെ വെല്ലുവിളികളുമുണ്ട്, അതിൻ്റെ പ്രതിസന്ധികളുമുണ്ട്. അങ്ങനെ പ്രത്യാശയറ്റ് ഒരുപക്ഷെ ജീവിച്ച നാളുകളുണ്ടാകാം. സമാനമായ ജീവിത സാഹചര്യങ്ങൾ നമുക്കുമുണ്ടാകാം. രണ്ടാമത്തെ സ്റ്റാൻസ പാടി നമുക്ക് അവസാനിപ്പിക്കാം. മോൻ കഴിഞ്ഞ തൂടെ നിൻ പ്രത്യാശയാറ്റിടിൽ പിന്നെയും കേൾ എൻ വാഗ്ദാനം ഞാൻ നടത്താം എൻ കണ്ണാൽ ഞാൻ നടത്താം ഞാൻ നടത്താം ഞാൻ നടത്താം എൻ കണ്ണാൽ സ്വർഗ്ഗയാത്ര നീളെ നീ പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, മഹത്തായ നിയോഗം അങ്ങയോട് ചേർന്ന് ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ കയ്യിലെ മുറിപ്പാടുകളുടെ എണ്ണം കൂട്ടുവാനും അതുവഴിയുള്ള സമാധാനത്തെ കൃത്യമായി സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പുനഃസ്ഥാപനത്തിൻ്റെ ശക്തിയിൽ അങ്ങ് നൽകുന്ന വലിയ ഉറപ്പിൻ്റെ വെളിച്ചത്തിൽ ജീവിതയാത്ര തുടരുവാനും ഞങ്ങളുടെ ക്രൈസ്തവ യാത്രയിൽ ഞങ്ങൾ പൂർത്തീകരിക്കേണ്ട മഹത്തായ നിയോഗത്തെ പൂർത്തീകരിപ്പാനും ക്രിസ്തുവിൻ്റെ ആവാസങ്ങൾ ഹൃദയം ഉണ്ടാകുവാൻ കനിവുണ്ടാകണം. സമാനമായ ജീവിത പ്രതിസന്ധികൾ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവകൃപ ഞങ്ങളിലേക്ക് പകർന്ന് അതിജീവിക്കുവാനുള്ള അതിജീവനത്തിൻ്റെ അനുഗ്രഹത്തെ വചനത്തിൽ നിന്നും വായിച്ചെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. കൃപയാൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു മൂലം പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കണമേ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാൻ ദൈവത്തിനും സകല ബഹുമാനം